الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അമലുകൾ ചെയ്യാൻ അവസരം നൽകിയിരിക്കുന്ന ലോകമാണ് നാം ഈ ജീവിക്കുന്ന ഭൂമിയുടെ മുകളിലുള്ള ഈ ലോകം. നാം ഈ ഭൂമിയുടെ മുകളിൽ നിന്നും 6 അടി താഴ്ചയിലേക്ക് എത്തിയാൽ, മരണപ്പെട്ട് ഖബറിലേക്ക് എത്തിയാൽ, സഹോദരങ്ങളെ, നമുക്ക് അമലുകൾ ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. റൂഹ് നമ്മുടെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതോടുകൂടി ഇനി അമലുകൾ ചെയ്യാൻ സാധിക്കാത്ത വിധം നമ്മുടെ നന്മയുടെ ഏടുകളെല്ലാം അവിടെ അടച്ചു വെക്കുകയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, അമലുകൾ ചെയ്യാനുള്ള ലോകം ഇതാണെന്നും നാളെ വിചാരണയുടെ ലോകമാണെന്നും അതുകൊണ്ട് ഈ അവസരം പരമാവധി ഓരോ നിമിഷങ്ങളും നാം മുതലെടുക്കണമെന്നും നമ്മൾ മുൻഗാമികൾ നമ്മളെ എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ചില അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അമലുകൾ, ആ അമലുകൾ ചെയ്യുന്ന ആളുകൾക്ക് അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവർ ഭൂമിയുടെ മുകളിൽ നിന്നും ചെയ്യുന്നത് പോലെ അവരുടെ നന്മയുടെ ഏടുകളിലേക്ക് അതിൻ്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും, അതെത്തിക്കൊണ്ടേയിരിക്കും എന്നറിയിച്ച അമലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്തരമായ സ്ഥാനം എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത്തരത്തിലുള്ള അമലുകളിൽ ചിലതെങ്കിലും എൻ്റെ പേരിൽ ഞാനിവിടെ ബാക്കി വെച്ച് പോകുകയും ചെയ്യണം എന്നുദ്ദേശിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഏതാനും അമലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഹദീസുകൾ സഹോദരങ്ങളെ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മഹാനായ സഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന മിൻ ബഅദി മൗതിഹി വഹുവ ഫീ ഖബ്രിഹി. 7 അമലുകളുണ്ട്. ആ അമലുകൾ അവൻ പ്രവർത്തിച്ചിട്ടാണ് ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അവൻ ഖബറിലെത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഖബറിലായിരിക്കെ തന്നെ അതിൻ്റെ പ്രതിഫലം മുറിഞ്ഞു പോകാതെ അവൻ്റെ അടുക്കൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം നമ്മെ അറിയിക്കുകയാണ്, ഒന്നാമത്തെ കാര്യം മൻ അല്ലമ ഇൽമ. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞു ഖറ നഹ്റ, ഒരു പുഴ അതൊഴുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി പറഞ്ഞു ഹഫറ ബിഅറ, ഒരു കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നാലാമതായി പറഞ്ഞു ഔ ഗറസ നഖ്ല, ഒരു ഈന്തപ്പന നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്.
അഞ്ചാമതായി പറഞ്ഞു ഔ ബന മസ്ജിദ, ഒരു മസ്ജിദ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ആറാമതായി പറഞ്ഞു ഔ വറസ മുസ്ഹഫ, ഒരു മുസ്ഹഫ് അനന്തരമാക്കി ബാക്കി വെക്കുക എന്നുള്ളതാണ്. അവസാനമായി ഏഴാമതായി പറഞ്ഞു ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതി, തന്റെ മരണശേഷവും തനിക്ക് വേണ്ടി പാപമോചനം തേടുന്ന ഒരു മകനെ ബാക്കിയാക്കി മരണപ്പെട്ടു പോകുക എന്നുള്ളതാണ്. 7 കാര്യങ്ങൾ സഹോദരങ്ങൾ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതല്ലാത്ത മറ്റ് ഹദീസുകളിൽ ചില കാര്യങ്ങൾ അധികമായും വന്നിട്ടുണ്ട്. മഹാനായ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അബു ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അതിൽ പറഞ്ഞത് അർബഉൻ തജ്രി അലൈഹി മുജൂറുഹുന്ന ബഅദൽ മൗത്ത്, മരണശേഷവും ഒരുവന്റെ ഖബറിലേക്ക് എത്തിച്ചേരുന്ന 4 പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റജുലുൻ മാത മുറാബിതൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശത്രുക്കൾക്കെതിരെ മുസ്ലിമീങ്ങളുടെ കാവൽക്കാരനായിക്കൊണ്ട് ഭടന്മാരായിക്കൊണ്ട് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന അതിർത്തി ഭടന്മാരെ കുറിച്ചാണ്. വറജുലുൻ അല്ലമ ഇൽമൻ, അതുപോലെ അറിവ് പഠിപ്പിക്കുന്ന ഒരു വ്യക്തി, ഫഅജ്റുഹു യജ്രി അലൈഹി മാ ഉമില ബിഹി, ആ അറിവ് കൊണ്ട് ആളുകൾ പ്രവർത്തിക്കുന്നിടത്തോളം അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. വറജുലുൻ അജ്റ സദഖതൻ ഫഅജ്റുഹാ യജ്രി അലൈഹി മാ ജറത് അലൈഹിം, ജാരിയായ സദഖകൾ ചെയ്ത വ്യക്തികൾ അവർക്കും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. വറജുലുൻ തറക വലദൻ സാലിഹൻ യദ്ഉ ലഹ്, സാലിഹായ ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ ബാക്കിയാക്കിക്കൊണ്ട്, അങ്ങനെയുള്ള ഒരു കുട്ടിയെ വളർത്തി ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെട്ടു പോയ ഒരു വ്യക്തി എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളിൽ ഇങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഏതാനും അമലുകളെ കുറിച്ചാണ് സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് എത്രമാത്രം കുറച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എന്റെ ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60-നും 70-നും ഇടയിലാണ്. ചില ആളുകൾ അതിനേക്കാൾ കുറച്ചു കൂടുമെന്ന് മാത്രം. അധികവും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾ കിടക്കേണ്ടി വരുന്നത് അവന്റെ ഖബറിലാണ്. അവിടെ അവൻ അമലുകൾ ചെയ്യാനുള്ള അവസരമില്ല. പക്ഷെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒന്നാണ് അവൻ ചെയ്ത് ബാക്കി വെച്ചിട്ടാണ് അവൻ മരണപ്പെട്ടു പോയിട്ടുള്ളതെങ്കിൽ ഈ 1000 വർഷങ്ങൾ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഈ കാര്യം അവന് ഉപയോഗപ്പെടും. അവന്റെ ഖബറിൽ ഇങ്ങനെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് എത്ര വലിയ ആദരണീയമായ അവസ്ഥയാണ്, എത്ര മനോഹരമായ അവസ്ഥയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിലൊന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യം, പറഞ്ഞു തന്നിട്ടുള്ള കാര്യം അറിവ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. നന്മ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അമ്പിയാക്കൾ മുഴുവനും എടുത്തിട്ടുള്ള പണിയാണിത്. അമ്പിയാക്കളുടെ ദൗത്യമായിരുന്നു അത്, ജനങ്ങൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കാരണം അറിവ് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആളുകൾ ളലാലത്തിൽ നിന്നും ഹിദായത്തിലേക്ക് എത്തുന്നത്, വഴികേടിൽ നിന്നും സത്യത്തിന്റെ മാർഗത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ആളുകൾക്ക് ഹക്കും ബാത്തിലും സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, അറിവ് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഇന്നത് ഹലാലാണ്, ഇന്നത് ഹറാമാണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് ബിദ്അത്താണ്, ഇന്നത് ചെയ്താൽ കൂടുതൽ പുണ്യമുണ്ട്, അതെങ്ങനെ ചെയ്യണം എന്ന രൂപത്തിലുള്ള അറിവുകൾ സഹോദരങ്ങളെ നാം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ അറിവ് വെച്ച് അയാൾ അമല് ചെയ്യുന്ന കാലത്തോളം കാലം നമുക്കതിനുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ സഹാബികൾ, അവരാണ് ഈ മുഴുവൻ അറിവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവരാണ് ഈ അറിവ് മുഴുവൻ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ആ ഹദീസുകളിൽ നിന്നും അവരുടെ അസറുകളിൽ നിന്നും നമ്മൾ അമല് ചെയ്യുന്ന കാലത്തോളം, നമ്മൾക്കതുകൊണ്ട് പ്രതിഫലം ലഭിക്കുന്ന കാലത്തോളം സഹോദരങ്ങളെ അത് നമുക്ക് എത്തിച്ചു തന്ന ആളുകൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് എത്ര വലിയ സ്ഥാനമാണ്. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ ഒരു വ്യക്തിക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ഷിർക്കിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നീ പുതുതായി ഒരു അക്കൗണ്ട് തുടങ്ങുകയാണ്. ആ വ്യക്തി ചെയ്യുന്ന അമലുകൾ സഹോദരങ്ങളെ അവനൊട്ടും കുറവ് വരാതെ അതിനുള്ള പ്രതിഫലം നിനക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കും. അതുപോലെ നീ ഒരു നല്ലൊരു രൂപത്തിലുള്ള ഒരു ഗ്രന്ഥം രചിക്കുകയാണ്, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു നന്മ അത് എഴുതിക്കൊണ്ട് മറ്റൊരാൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് ആരെല്ലാം സഹോദരങ്ങളെ അമല് ചെയ്യുന്നുവോ അതൊക്കെ അതിനുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. മൻ അല്ലമ ആയതൻ മിൻ കിതാബില്ലാഹ് ഫലഹു സവാബുഹാ മാ തുലിയത്.
ആരെങ്കിലും ഖുർആനിൽ ഒരായത്ത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അത് പാരായണം ചെയ്യപ്പെടുന്ന കാലത്തോളം അവനതിന്റെ പ്രതിഫലമുണ്ട് എന്നുള്ളതാണ്. എത്ര വലിയ സ്ഥാനമാണ് സഹോദരങ്ങളെ! അതിനുവേണ്ടി നമ്മൾ പണിയെടുത്താൽ എത്ര വലിയ സ്ഥാനമാണത്! നാം മരണപ്പെട്ടതിന് ശേഷവും നമ്മുടെ അമലുകൾ ഇങ്ങനെ ബാക്കിയാകുന്നതിന് തുല്യമാണത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഇമാമുമാർ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഇമാമുമാർ, അതിനു മുമ്പ് സഹാബികൾ, താബിഈങ്ങൾ, അവരുടെ പേര് ഇന്നും ഓരോ മിമ്പറുകളിലും അതുപോലെ ഓരോ മസ്ജിദുകളിലും ക്ലാസ്സുകളിലും അവരുടെ പേരുകൾ ഇങ്ങനെ സ്മരിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ്? അവർ ബാക്കി വെച്ച ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ പേരുകൾ കേൾക്കുമ്പോൾ മഗ്ഫിറത്തിന് വേണ്ടി ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഇബാറത്ത് വായിച്ചുകൊണ്ട്, വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതനുസരിച്ച് ഇവന്റെ തഖ്വ വർദ്ധിക്കുമ്പോൾ, അതനുസരിച്ച് ഇവന്റെ പ്രവർത്തനത്തിൽ സൂക്ഷ്മതയുണ്ടാകുമ്പോൾ, സഹോദരങ്ങളെ, അതിൽ നിന്നുള്ള ഒരു അമല്, അതിൽ നിന്നുള്ള ഒരു പ്രതിഫലം ഇത് ചെയ്യുന്നവന് കുറയാതെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്നുള്ളത് എത്ര വലിയ സ്ഥാനമാണ്! അയാൾ അത് അറിയുന്നത് പോലുമില്ല. ഖബറിൽ കിടക്കുന്ന ഈ വ്യക്തി തനിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ പ്രതിഫലം ആരിൽ നിന്നാണെന്ന് ഒരുപക്ഷെ അറിയാൻ സാധിക്കുന്നില്ലല്ലോ. പക്ഷേ അതങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മുൻകാലത്ത് പണ്ഡിതന്മാർ പറയാറുള്ളത്, പണ്ഡിതന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കിതാബുകൾ ബാക്കിയാകുമെന്നാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ദർസുകൾ ബാക്കിയാണ്, അവരുടെ ഗ്രന്ഥങ്ങൾ ബാക്കിയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, നമുക്ക് ഇത്തരത്തിലുള്ള നന്മയുള്ള ഗ്രന്ഥങ്ങളും നന്മ നിറഞ്ഞ ക്ലാസുകളുമൊക്കെ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്കും ലഭിക്കുന്നതാണ്. അതിന്റെ ഒരു കാരണക്കാരായി നമ്മൾ മാറിയാൽ നമുക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദആ ഇലൽ ഹുദാ, ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു, ആ പിൻപറ്റിയവന്റെ അതേ പ്രതിഫലം ഈ ക്ഷണിച്ചവന് ലഭിക്കുമെന്നുള്ളതാണ്. ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ, ആ പിൻപറ്റിയ ആ വ്യക്തിയുടെ പ്രതിഫലത്തിൽ നിന്നും അല്ല കൊടുക്കുന്നത്, അവന് പൂർണ്ണമായി നൽകും, അതിലൊട്ടും കുറവ് വരുത്താതെ ഈ പറഞ്ഞു കൊടുത്തവന്, കാണിച്ചു കൊടുത്തവന് സഹോദരങ്ങളെ ആ പ്രതിഫലം ലഭിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആളുകൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്നതിൽ നാം പിശുക്ക് കാണിക്കാതിരിക്കുക, അലസത വെടിയുക. ഒരു നന്മയെങ്കിലും ഒരായത്തെങ്കിലും നിനക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ, ഒരു സുന്നത്തായ ഒരു കർമ്മമെങ്കിലും നീ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ, നീ ഒന്ന് ആലോചിച്ചു നോക്കൂ, അവൻ ചെയ്യുന്ന കാലത്തോളം കാലം ആ ഖൈർ നിനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആ ഖൈർ നിനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ബാക്കിയാകുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളും മറ്റുമൊക്കെ നീ എവിടെയെങ്കിലുമൊക്കെ വഖഫ് ചെയ്തു കഴിഞ്ഞാൽ, മുസ്ലിമീങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അത്തരം പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ പ്രിന്റ് ചെയ്ത് അത് നൽകി കഴിഞ്ഞാൽ, അതിൽ നിന്ന് ആരെല്ലാം ഉപയോഗമെടുക്കുന്നുവോ ആ കാലത്തോളം ഈ നൽകിയവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളത് എത്ര വലിയ നേട്ടമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കുക സഹോദരങ്ങളെ. രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഇജ്റാഉൻ നഹറാണ്, ഒരു പുഴ ഒഴുക്കുക എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പുഴയിൽ നിന്നും അത് വെട്ടിക്കൊണ്ട് വെള്ളമെത്താത്ത സ്ഥലങ്ങളിലേക്ക് അങ്ങനെ ഒരു കനാൽ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വെള്ളമില്ലാത്തോടത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷവും നമുക്ക് അതുകൊണ്ടുള്ള പ്രതിഫലം ലഭിക്കുമെന്ന് എണ്ണി പറഞ്ഞ കാര്യത്തിൽപ്പെട്ടതാണ്. കാരണം വെള്ളം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ നിലനിൽപ്പിനുള്ള കാരണമാക്കി തീർത്ത ഒരു കാര്യമാണ്. മനുഷ്യരുടെ നിലനിൽപ്പ് അത് വെള്ളത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു അങ്ങനെയാണ് സബബാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ എന്തെല്ലാം ഉപകാരങ്ങളാണ് അയാൾക്ക് വെള്ളം കൊണ്ട് ലഭിക്കുന്നത്. അയാൾക്ക് ജീവിക്കാൻ സാധിക്കുന്നത്, അയാൾക്ക് വുളു എടുക്കാൻ സാധിക്കുന്നത്, കുളിക്കാൻ സാധിക്കുന്നത്, കഴിക്കാനും കുടിക്കാനും ഒക്കെ സാധിക്കുന്നത് സഹോദരങ്ങളെ ആ വെള്ളം കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം നീ ഒരു വ്യക്തിക്ക് നൽകിയാൽ തന്നെ എത്ര വലിയ പ്രതിഫലമാണ്. ഈ രൂപത്തിൽ പുഴയിൽ നിന്നും അതൊഴുക്കിക്കൊണ്ട് ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുത്താൽ സഹോദരങ്ങളെ എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത പ്രതിഫലമായിരിക്കും അതിലൂടെ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിൽ പെട്ടതാണ്, എവിടെയെങ്കിലുമൊക്കെ ഒരു ടാങ്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് വെള്ളമില്ലാത്ത സ്ഥലത്ത് ഒരു ടാങ്കും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ പൈപ്പുകൾ ഇട്ടുകൊടുത്ത് ഓരോ വീട്ടുകാർക്കും വെള്ളമില്ലാത്തടുത്ത് വെള്ളം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ദാഹം അകറ്റുന്നതിന് വേണ്ടി കൂളറുകളും മറ്റുമൊക്കെ സംവിധാനിച്ചിട്ട് ആളുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളത് അതും അതിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വഇഫ്റാഗുക മിൻ ദൽവിക ഫീ ദൽവി അഖീക ലക സദഖ, നിന്റെ വെള്ളപാത്രത്തിൽ നിന്നും നിന്റെ സഹോദരന്റെ പാത്രത്തിലേക്ക് നീ വെള്ളം ചൊരിഞ്ഞു കൊടുക്കുന്നത് അത് നിനക്ക് സദഖയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി.
ഒരിക്കൽ സഹാബികളിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും മുന്തിയ സദഖ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത് സഖിയുൽ മാ എന്നാണ്. നീ വെള്ളം കുടിപ്പിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് വെള്ളം നൽകുക. വെള്ളമില്ലാത്തടുത്ത് സഹോദരങ്ങളെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ആളുകൾക്ക് വെള്ളം നൽകുക എന്നുള്ളത് ആളുകൾ എത്ര കാലത്തോളം അത് ഉപയോഗിക്കുന്നുവോ അത്രയും പ്രതിഫലം ലഭിക്കുന്നതാണ്. അതിൽ നിന്നും ഒരുപക്ഷെ മനുഷ്യർ മാത്രമല്ല, ധാരാളക്കണക്കിന് മൃഗങ്ങളും പറവകളും ഒക്കെ അതിൽ നിന്നും ഉപകാരമെടുക്കുമ്പോൾ അതിനൊരു സദഖയായി നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മരണശേഷവും നിലക്കാത്ത പ്രതിഫലമായി നൽകുന്നത് എത്ര വലിയ സ്ഥാനമാണ്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് കിണർ കുഴിക്കുക എന്നുള്ളതാണ്. കിണർ കുഴിക്കുക എന്നുള്ളതും ഇങ്ങനെ മരണശേഷം പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. കിണർ കൊണ്ടുണ്ടാകുന്ന ഉപയോഗവും നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ വെള്ളം കൊണ്ടുള്ള ഉപയോഗം തന്നെയാണ്. പക്ഷെ കിണറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വർഷങ്ങൾ, നൂറുകണക്കിനല്ല ചിലപ്പോൾ ആയിരക്കണക്കിന് വർഷം പഴക്കം നിലനിൽക്കുന്നതായിരിക്കും. ഇന്നും സഹോദരങ്ങളെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള കിണറുകൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ബാക്കിയുണ്ട്. നമ്മുടെ സഹാബികൾ കുഴിച്ചിട്ടുള്ള കിണറുകൾ ബാക്കിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പുള്ള കിണറുകൾ പോലും ഇന്നും അവിടെ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ കിണർ കുഴിച്ച വ്യക്തിയുടെ ഇഖ്ലാസ് കൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതങ്ങനെ ബാക്കിയാക്കി നൽകുകയാണ്. ആരൊക്കെ അതിൽ നിന്നും വെള്ളം കൊണ്ട് ഉപകാരമെടുക്കുന്നുവോ സഹോദരങ്ങളെ അതുകൊണ്ട് പ്രതിഫലം ലഭിക്കും. അയാൾക്ക് അതുകൊണ്ടുള്ള പ്രതിഫലം ലഭിക്കുകയാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ബനൂ ഇസ്രായേൽകാരുടെ കാലത്ത് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഒരു വ്യക്തി അയാൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഠിനമായ ചൂടുള്ള ഒരു വേനൽക്കാലമായിരുന്നു അത്. അയാൾക്ക് അങ്ങേയറ്റം പ്രയാസം അനുഭവിച്ചു. ദാഹം അകറ്റാനായി ഒരു വെള്ളവും അയാൾ കണ്ടെത്തിയില്ല. അങ്ങനെ പോകുമ്പോൾ അയാൾ പെട്ടെന്നൊരു കിണർ കാണാനിടയായി. ഉടനെ തന്നെ ആ കിണറിലേക്ക് ഇറങ്ങിക്കൊണ്ട് അയാൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ആശ്വാസവാനായി പുറത്തേക്കിറങ്ങുകയാണ്. പുറത്തേക്കിറങ്ങി നടക്കുന്ന സമയത്ത് ഒരു നായ മണ്ണ് തപ്പിക്കൊണ്ട് ദാഹം സഹിക്കാൻ സാധിക്കാതെ നടക്കുന്നത് ഒരു നായയെ അയാൾ കാണുകയാണ്. ഉടൻ തന്നെ അയാൾ ചിന്തിക്കുകയുണ്ടായി, എനിക്ക് തൊട്ടു മുമ്പ് അനുഭവിച്ച അതേ പ്രയാസമാണല്ലോ ഈ നായ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അയാൾ അത് ഓർത്തുകൊണ്ട് ഉടനെ തന്നെ വീണ്ടും കിണറിറങ്ങിക്കൊണ്ട് തന്റെ ഷൂയിൽ, തന്റെ ഹുഫയിൽ വെള്ളം നിറച്ചുകൊണ്ട് അത് കടിച്ചു പിടിച്ചുകൊണ്ട് അയാൾ കിണറിന്റെ മുകളിലേക്ക് എത്തുകയും എന്നിട്ട് ആ നായക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അയാൾക്ക് സ്വർഗപ്രവേശനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നുള്ളതാണ്. സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വ ഇന്നാ ലനാ ഫിൽ ബഹാഇമി ലഅജ്റ, ഈ പറയുന്ന കാലികൾക്കൊക്കെ, മൃഗങ്ങളുടെ വിഷയത്തിലൊക്കെ നമുക്ക് പ്രതിഫലമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി കബിദി റത്ബത്തിൻ അജ്റ, പച്ചക്കരളുള്ള ഓരോന്നിന്റെ വിഷയത്തിലും നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്താണ് ഇതിലുള്ള പാഠം? അതിൽ നിന്നും ഒന്ന് വെള്ളം കോരിക്കൊടുത്ത മനുഷ്യന് ഇത്രയും വലിയ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. അപ്പോൾ ആ കിണർ കുഴിച്ച വ്യക്തിക്കോ, ഈ കിണർ കുഴിച്ച് ഇതിന് കാരണമാക്കിയ വ്യക്തിക്കോ, അതിൽ നിന്നും ആ വഴിയിൽ നിന്നും എത്ര ആളുകൾ ഇങ്ങനെ ദാഹം ശമിച്ചിട്ടുണ്ടായിരിക്കണം, അയാളുടെ ദാഹം അകറ്റിയിട്ടുണ്ടായിരിക്കണം, എത്ര ആളുകൾ അവർക്ക് വേണ്ട ഉപയോഗം ഈ കിണറിലൂടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ എല്ലാം പ്രതിഫലം സഹോദരങ്ങളെ അയാൾക്ക് ലഭിക്കുന്നതാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ ഹഫറ മാഅൻ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചു, ലം യംശ്റബ് മിൻഹു കബിദുൻ ഹറ, പച്ചക്കരളുള്ള ഒരു ജീവി അതിൽ നിന്നും കുടിക്കുന്നില്ല, മിൻ ജിന്നിൻ വല ഇൻസിൻ, ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ, വല സബഇൻ വല താഇറിൻ, വന്യമൃഗമാകട്ടെ പറവകളാകട്ടെ, ഇല്ല ആജറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ അല്ലാഹു തആല പ്രതിഫലം നൽകിയിട്ടല്ലാതെ എന്നാണ്. മനുഷ്യൻ തന്നെ വേണമെന്നില്ല, ആരുമാകട്ടെ സഹോദരങ്ങളെ, അതിൽ നിന്നും കുടിച്ചാൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ എവിടെയെങ്കിലൊക്കെ കാണുന്ന സമയത്ത് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് അത് ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് വരാം, പക്ഷെ ഇങ്ങനെ ഏറെ ആവശ്യമുള്ള മറ്റു പല നാടുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇനി അതല്ല പുറത്തേക്ക് പോയാൽ ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റുമൊക്കെ സഹോദരങ്ങളെ ഇങ്ങനെ ആവശ്യമുള്ളതുണ്ട്. നമ്മളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ ഏതെല്ലാം രാജ്യത്ത് എന്തെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ എത്ര വലിയ കച്ചവടമൊക്കെ ലഭിക്കുമൊക്കെ ചിന്തിക്കാറുണ്ടല്ലോ ആളുകൾ. ഇതുപോലെ ചിന്തിക്കട്ടെ. അവന്റെ ആഖിറത്തിലേക്ക് കിട്ടുന്ന ഇത്തരം
ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം അവിടെ ആരും അറിയാതെ, ഇങ്ങനെ ലോകമാന്യമില്ലാതെ, ആളുകൾ അറിയിക്കണമെന്നുള്ള ചിന്തയില്ലാതെ പോയി എന്ന് ഒരുക്കി കൊടുത്താൽ എത്ര വർഷങ്ങൾ അതിൽ നിന്നും ആളുകൾ വെള്ളം കുടിക്കുമ്പോൾ നിന്റെ ഖബറിലേക്ക് പ്രതിഫലം എത്തിക്കൊണ്ടേയിരിക്കും എന്നത് മനസ്സിലാക്കുക. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഖറസുൻ നഖ്ലാൻ, ഈന്തപ്പന നടുക എന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഈ ഹദീസിൽ നമ്മൾ വായിച്ചിട്ടുള്ളത് ഈന്തപ്പന നടുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും പണ്ഡിതന്മാർ പറഞ്ഞത് ഈന്തപ്പന അത് ഏറ്റവും മുന്തിയ വൃക്ഷമായതിനാൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ തന്നെ കാണാൻ സാധിക്കും, ഈന്തപ്പന അതിൽ നിന്ന് ഒന്നും തന്നെ മോശമായ, ഒന്നും തന്നെ ഉപകാരമില്ലാത്ത ഒന്നും തന്നെ ഇല്ല, എല്ലാം ഉപകരിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. എന്നാൽ വേറെ ചില ഹദീസിൽ വളരെ കൃത്യമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ചെടി നട്ടാലും ഏതൊരു മരം വെച്ചു പിടിപ്പിച്ചാലും അതുകൊണ്ട് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള തണൽ മരങ്ങൾ, ആളുകൾക്ക് ഉപകരിക്കുന്ന മരങ്ങൾ അത് നട്ടുപിടിപ്പിക്കുക എന്നുള്ളത് അത് നിസ്സാരമായ ഒരു കാര്യമല്ല. ആ തണൽ വൃക്ഷം എത്ര ആളുകൾക്ക് തണൽ നൽകുന്നുവോ, ആ മരത്തിൽ നിന്നുമുള്ള കായ്കനികൾ എത്ര കിളികളും പക്ഷികളുമൊക്കെ കൊത്തിത്തിന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം ഒരു സ്വതക്കയായിക്കൊണ്ട് സഹോദരങ്ങളെ നിനക്ക് നിന്റെ ഖബറിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുക, അത്തരം കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുക. അഞ്ചാമത്തെ കാര്യം സഹോദരങ്ങളെ, മസ്ജിദുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഭൂമിയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും മുന്തിയ സ്ഥലം അത് മസ്ജിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹാ, നാടുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥലം അത് മസ്ജിദുകളാണ്. മസ്ജിദുകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങാടികളാണ് അള്ളാഹു താലക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം. അങ്ങനെയുള്ള മസ്ജിദുകൾ സഹോദരങ്ങളെ, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ പുണ്യങ്ങൾ നടക്കുന്നത് ആ മസ്ജിദുകളാണ്. 5 നേരത്തെ നിസ്കാരം നിർവഹിക്കപ്പെടുന്നു, ജുമഅകൾ നിർവഹിക്കപ്പെടുന്നു, ആളുകൾ വരുന്നു, ഒരുപാട് സുന്നത്തും ഫർളുമായ കർമ്മങ്ങൾ അവിടെ ചെയ്യുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ ആളുകൾ പഠിപ്പിക്കപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്ത അമലുകൾ സഹോദരങ്ങളെ മസ്ജിദിൽ നടക്കുകയാണ്. അങ്ങനെയുള്ളൊരു മസ്ജിദ് സഹോദര, നമ്മൾ ഒരാൾ അതിങ്ങനെ ഒരു മസ്ജിദ് പണിഞ്ഞു കൊടുത്താൽ അവിടെ നടക്കുന്ന മുഴുവൻ കർമ്മങ്ങളുടെയും പ്രതിഫലം ഈ മസ്ജിദ് ഉണ്ടാക്കിയ വ്യക്തിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞാൽ എത്ര ആയിരങ്ങൾ അവിടെ ഫർളും സുന്നത്തും നിസ്കരിക്കുന്നുണ്ടാകണം, എത്ര ആയിരങ്ങൾ സ്വതക്കകൾ കൊടുക്കുന്നുണ്ടാകണം, എത്ര ആയിരങ്ങൾ അവിടെ വെച്ച് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാകണം. അതിന്റെ എല്ലാം പ്രതിഫലം സഹോദരങ്ങളെ അതുണ്ടാക്കിയവൻ ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബന മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ആളുകളുടെ മുന്നിൽ ഒരു പ്ലേറ്റ് വെച്ചുകൊണ്ട് ഞാനാണ് ഈ മസ്ജിദ് ഉണ്ടാക്കിയത് എന്നറിയപ്പെടാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് പ്രതിഫലം ലഭിക്കും, സ്വർഗം എനിക്ക് ലഭിക്കണം, അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു മസ്ജിദ് പണിഞ്ഞാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അതിനു പകരമായി അല്ലാഹു തആല സ്വർഗത്തിൽ അവനൊരു വീട് പണിഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോഴൊക്കെ പലപ്പോഴും സാധാരണക്കാരായ പലരും ചിന്തിക്കും, എങ്ങനെയാണ് ഈ കാലത്ത് ഞാൻ ഒറ്റയ്ക്കൊരു മസ്ജിദൊക്കെ പണിയാ? ലക്ഷങ്ങളല്ലേ ഒരു മസ്ജിദിന്റെ വില, ചിലപ്പോൾ കോടികളിലേക്ക് എത്തുന്നു. സ്ഥലവും മറ്റുമൊക്കെ ആകുന്ന സമയത്ത് എനിക്ക് എങ്ങനെ അതിൽ ഭാഗമാക്കാൻ സാധിക്കും എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു വന്നിട്ടുണ്ട്, മൻ ബന മസ്ജിദൻ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും ഒരു മസ്ജിദ് പണിയുന്നു, കമഫ്ഹസി ഖതാത്ത്, അവിടുന്ന് പറഞ്ഞത് ഒരു പക്ഷിക്ക് മുട്ടയിടാനുള്ള ഒരു സ്ഥലമുണ്ട്. ചില പക്ഷികൾ അത് മുട്ടയിടാൻ വേണ്ടി വെക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലം, അത്ര ചെറിയൊരു മസ്ജിദാണ് ഒരാൾ പണിയുന്നതെങ്കിൽ, ഔ അസ്ഗർ, അല്ലെങ്കിൽ അതിനേക്കാളും ചെറുതാണ് പണിയുന്നതെങ്കിൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല അത് മുഖേന അവൻ സ്വർഗത്തിൽ ഒരു വീട് പണിഞ്ഞു കൊടുക്കുമെന്നാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷിക്ക് മുട്ടയിടാനുള്ള സ്ഥലത്തെ ഉപമിച്ചപ്പോൾ ഒരിക്കലും അതൊരാൾക്ക് നിസ്കരിക്കാൻ പോയിട്ട് സുജൂദ് ചെയ്യാൻ പോലും സാധിക്കാത്ത സ്ഥലമാണ്. അവിടുന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മസ്ജിദിന് വേണ്ടി നീ നൽകുന്ന വളരെ ചുരുങ്ങിയ തുച്ഛമായ ഒരു തുകയാണെങ്കിൽ പോലും അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നാളെ സ്വർഗത്തിൽ നിനക്കൊരു ഭവനം ഉണ്ടാക്കി തരാൻ കാരണമാകുമെന്നുള്ളതാണ്. ആ മസ്ജിദിൽ നടക്കുന്ന അമലുകൾക്കുള്ള ഒരു ഭാഗവാക്കാകാൻ നിനക്കത് സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ എത്ര കൊടുക്കുന്നു എന്നുള്ളതല്ല, നമുക്കുള്ളതിൽ എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ്. ഉള്ളതിൽ നിനക്ക് എത്ര കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? നിന്റെ കയ്യിൽ 10 രൂപയുള്ളൂ, നീ 5 രൂപ കൊടുത്താൽ 1000 രൂപ ഉള്ളവൻ 10 രൂപ കൊടുത്തതിനേക്കാളും
മുന്തിയവൻ നീയാണ്. കാരണം നീ നിന്റെ കയ്യിലുള്ളതിന്റെ പകുതിയാണ് കൊടുത്തത്. അതുകൊണ്ട് സാധിക്കുന്നത് സഹോദരങ്ങളെ മസ്ജിദിന് വേണ്ടി കൊടുക്കുക. അങ്ങനെ ആ മസ്ജിദിൽ നടക്കുന്ന മുഴുവൻ അമലുകൾ, എത്ര അമലുകൾ അവിടെ നടക്കുന്നുവോ അതിൽ നിന്നെല്ലാം ഒരു പ്രതിഫലം നിന്റെ അക്കൗണ്ടിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി അതിനെ മാറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല അമ്മാ ബഅദ്. സഹോദരങ്ങളെ, മരണശേഷം നമുക്ക് പ്രതിഫലം ലഭിക്കാൻ എളുപ്പമാകുന്ന പ്രവർത്തനങ്ങളിൽ ആറാമതായി ഹദീസിലൊക്കെ വന്നിട്ടുള്ളത് മൻ വറസ മുസ്ഹഫൻ എന്ന് വന്നിട്ടുണ്ട്. മുസ്ഹഫ് അനന്തരമാക്കിയവൻ എന്ന് വന്നിട്ടുണ്ട്. അത് രണ്ട് രൂപത്തിലാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ ജീവിതകാലത്ത് അവന് ഓതി വെച്ചിട്ടുള്ള മുസ്ഹഫുകൾ അതവിടെ ബാക്കി വെച്ചു. പിന്നീട് ആ മുസ്ഹഫ് തൻ്റെ മക്കളോ അല്ലെങ്കിൽ ആ മുസ്ഹഫ് ആരെല്ലാം പാരായണം ചെയ്യുന്നുവോ അതിൻ്റെ എല്ലാം പ്രതിഫലം ഈ മുസ്ഹഫിന്റെ ഉടമസ്ഥന് ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെയാണ് മസ്ജിദുകളിലേക്കും അങ്ങനെയുള്ള ദീൻ പഠനം നടത്തുന്ന മർക്കസുകളിലേക്കുമൊക്കെ ആരെങ്കിലുമൊക്കെ മുസ്ഹഫുകൾ അത് പ്രിന്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആരെല്ലാം ആ മുസ്ഹഫ് ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ കുറിച്ച് ഉറ്റാലോചിക്കുന്നു, അതുപോലെ അതുകൊണ്ട് അമലുകൾ ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്രതിഫലം ഈ മുസ്ഹഫ് വാങ്ങിക്കൊടുത്തവനുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ അറബികളായ സഹോദരങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയധികം മുസ്ഹഫുകൾ പ്രിന്റ് ചെയ്ത് ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് എത്തിക്കുന്നത്? അവർ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി ബുദ്ധിപരമായി ചെയ്യുന്നതാണ്. നമ്മളും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് മുന്നേറേണ്ടതുണ്ട്. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ മസ്ജിദുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, മുസ്ഹഫുകൾ കിട്ടുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ ആശ്രയിക്കാതെ പരമാവധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഇതൊക്കെ നാളെ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നതാണെന്നുള്ള ചിന്തയുണ്ടായാൽ സഹോദരങ്ങളെ, നമുക്ക് ഒന്നോ രണ്ടോ ഒരു മുസ്ഹഫ് ഒന്ന് വാങ്ങിക്കൊടുക്കാൻ സാധിക്കുകയില്ലേ? അല്ലെങ്കിൽ ആ രൂപത്തിൽ മസ്ജിദിന് വേണ്ടി ലക്ഷങ്ങളൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപയെങ്കിലും നമുക്ക് കുറച്ച് സാധിക്കുകയില്ല സഹോദരങ്ങളെ. ഇത് നമുക്ക് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിത് വാങ്ങിക്കൊടുക്കുന്നത് മുസ്ഹഫാണ്, പക്ഷെ അതുകൊണ്ട് ഒരാൾ ഓതുന്ന സമയത്ത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു. അതുകൊണ്ട് അമലുകൾ ചെയ്യുന്ന സമയത്ത് സഹോദരങ്ങളെ പ്രതിഫലം ലഭിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എളുപ്പമുള്ളൊരു കാര്യം കൂടിയാണത്. ഏഴാമത്തെ കാര്യം സഹോദരങ്ങളെ, തർബിയത്തുൽ അബ്നാ ആണ്. കുട്ടികളെ നമ്മൾ നല്ല രൂപത്തിൽ വളർത്തുക എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് മൻ തറക വലദൻ സാലിഹൻ യദ്ഉ ലഹു. ഒരാൾ സാലിഹായ ഒരു കുട്ടിയെയാണ് ബാക്കി വെച്ചിട്ടുള്ളത്, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക എന്നുള്ളത് ഒന്നാമതായി സഹോദരങ്ങളെ മാതാപിതാക്കൾക്ക് വാജിബായ നിർബന്ധമായ കാര്യമാണ്. കാരണം മക്കൾ എന്നുള്ളത് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്. അതിനെ നന്നായി വളർത്തൽ നിർബന്ധവുമാണ്. അങ്ങനെ ഒരാൾ തന്റെ മക്കളെ അല്ലെങ്കിൽ തന്റെ മകളെ നന്നായി വളർത്തിയാൽ സഹോദരങ്ങളെ അത് മുഖേന ആ ഒരു സമൂഹത്തിന് തന്നെ വലിയ ഹൈറ് ലഭിക്കുകയാണ്. നീ ഒരു മകനെ വളർത്തിയിട്ടുള്ളൂ, നീ ഒന്നോ രണ്ടോ മക്കളെ വളർത്തിയിട്ടുള്ളൂ, പക്ഷെ അവർ നന്നായാൽ അതുകൊണ്ടുള്ള ഗുണം നീ കേവലം നിനക്ക് മാത്രമല്ല, നിന്റെ നാട്ടുകാർക്ക് ഉപയോഗം ഉണ്ടാകുകയാണ്. നിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപക്ഷെ ഒരു രാജ്യത്തിന് തന്നെ ഉപയോഗം ഉണ്ടാകുന്ന ഒരു മക്കളെയാണ്, ഒരു മകനെയാണ് നീ വളർത്തിയിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഹൈറാണത്. അതുപോലെ തന്നെ നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നീ ജീവിച്ചിരിക്കുന്ന കാലത്താകട്ടെ മരണപ്പെടുന്ന കാലത്താകട്ടെ, നിന്നോട് ഏറ്റവും നന്നായി പുണ്യം ചെയ്യുക നീ നന്നായി വളർത്തിയ മക്കൾ മാത്രമാണ്. നീ നല്ല രൂപത്തിൽ വളർത്തിയിട്ടില്ല, ദീനിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുത്തിട്ട് നല്ല രൂപത്തിൽ അധ്യാപനങ്ങൾ ആ മക്കൾക്ക് നൽകിയിട്ടില്ല. സഹോദരങ്ങൾ, നിനക്ക് ഇഹലോകത്തും പരലോകത്തും നഷ്ടമാണ്. ഇഹലോകത്ത് നീ മരണപ്പെട്ടു പോയാൽ അവനെ നിനക്ക് എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണമെന്ന് പോലും അറിയാത്ത മക്കളെയാണ് നീ ബാക്കി വെക്കുന്നതെങ്കിൽ, ഭൗതികം പഠിപ്പിച്ച് ദീനിനെ കുറിച്ചൊന്നും പഠിപ്പിക്കാതെ അങ്ങനെ നീ ബാക്കി വെച്ച മക്കൾ എങ്ങനെയാണ് നിനക്ക് വേണ്ടി ഒരു മയ്യത്ത് നിസ്കാരം പോലും നിസ്കരിക്കുക? ഏറ്റവും കുറഞ്ഞ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നീ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ അമലുകളാണ് നിനക്ക് വേണ്ടി ചെയ്തു തരാൻ സാധിക്കുക എന്നെങ്ങനെ അവൻ അറിയാൻ സാധിക്കും? സഹോദരങ്ങളെ, സാലിഹായ നിനക്ക് വേണ്ടി അവന്റെ മരണം വരെ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മക്കളെയാണ് നീ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഖൈറാണത്. നീ ഖബറിൽ കിടന്ന് ഏറെ ആവശ്യക്കാരനാണ്. ആരെങ്കിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ വേണ്ടി നീ ആവശ്യക്കാരനായിരിക്കുന്ന സമയത്ത് നിന്റെ മക്കൾ നിനക്ക് വേണ്ടി എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണം, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എത്ര വലിയ ഖൈറാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഹദീസുകളിലും ഈ മക്കളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നാളെ ഖിയാമത്ത് നാളിലെത്തിയാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന റജുല ലതുർഫഉ ദറജതഹു ഫിൽ ജന്ന. അവൻ സ്വർഗ്ഗത്തിലെത്തിയ സമയത്ത് അവൻ വലിയ പദവിയിലെത്തിയിട്ടുണ്ടാകും. അവൻ അങ്ങനെ വലിയ അമലുകളൊന്നും ചെയ്യുന്ന വ്യക്തിയായിരുന്നില്ല. അതുകൊണ്ട് അവൻ ചോദിച്ചു, മന്ന ഹാദാ, എങ്ങനെയാണ് റബ്ബേ ഇത്, എങ്ങനെ എനിക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടി? ഫയുഖാൽ, അവനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയതിന്റെ കാരണത്താലാണ്. ഇസ്തിഗ്ഫാർ മക്കൾക്ക് മാതാപിതാക്കൾക്ക് തേടിക്കൊണ്ടേയിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. പിന്നീട് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെയുള്ള മക്കളെ ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ നല്ല രൂപത്തിൽ മക്കളെ വളർത്തണം. കേവലം ആഗ്രഹിച്ചിട്ട് മാത്രം കിട്ടുന്ന ഒരു കാര്യമല്ല അത്. അങ്ങനെ വളർത്തി വലുതാക്കി നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരുടെ മരണം വരെ ആ ഒരു ഉപയോഗം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ബിനാ ഉദ്ദൗരി വഖഫുഹ, വഖഫിന് വേണ്ടി വഖഫാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് തന്നെ, മസ്ജിദല്ല എന്ത് തന്നെ മുസ്ലിമീങ്ങൾക്ക് വഖഫ് ചെയ്തുകൊണ്ട് നിങ്ങൾ ബാക്കിയാക്കിയാൽ അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ബൈതൻ ലിബ്നി സബീൽ ബനാഹു, വഴിയാത്രക്കാർക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലുമൊക്കെ ഒരു ഭവനം നിർമ്മിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യാത്രക്കാർക്ക് വിശ്രമ മുറികൾ, മുസാഫിർ ഖാനകളൊക്കെ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. ആ രൂപത്തിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാൻ, അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു മുസ്ലിമീങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളാകട്ടെ, മദ്രസകളാകട്ടെ, മർക്കസുകളാകട്ടെ, ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്ക് പൊതുവായി ഉപയോഗിക്കാൻ സാധിക്കുന്ന എന്തുമാകട്ടെ അതെല്ലാം നീ ബാക്കി വെച്ചാൽ അതിൽ നിന്നെല്ലാം ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ വലിയ പ്രതിഫലമാണ്. മുസ്ലിമീങ്ങൾക്ക് ഒരു നാട്ടിൽ അവിടെ അവർക്ക് മറമാടാനുള്ള പൊതു ശ്മശാനമില്ല, മഖ്ബറ ഇല്ല, അതിനുവേണ്ടി ഒരാൾ അതിന് സ്ഥലം വിട്ടുകൊടുക്കുകയാണ്. അതല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് നല്ലൊരു ഹെൽത്ത് സെന്റർ അവിടെ ഇല്ല, ഞാനിത് ആ സ്ഥലം വിട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാനത് പണി കഴിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ഒരു മദ്രസ ഇല്ല, അവൻ അതിനുവേണ്ടി തയ്യാറാവുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ തയ്യാറായാൽ എത്ര കാലം അവിടെ ആളുകൾ ഉപകാരമെടുക്കുന്നുവോ അതിന്റെ എല്ലാം പ്രതിഫലം ഈ ചെയ്തു വെച്ചവന്, ഇതിന് മുന്നിൽ നിന്നവന് ലഭിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒമ്പതാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ മൗത്തു മുറാബിത്തൻ അല സുഗൂർ, അതിർത്തി കാക്കുന്ന ഭടന്മാർ അതിർത്തിയിൽ അങ്ങനെ മരണപ്പെടുക എന്നുള്ളതാണ്. അത്തരക്കാരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രതിഫലം അവർക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് മുസ്ലിം രാജ്യങ്ങൾക്ക് ഭടന്മാരായി, കാവൽക്കാരായി, പട്ടാളക്കാരായി നിൽക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. കാരണം മുസ്ലിമീങ്ങളുടെ രക്തവും അഭിമാനവുമാണ് ഈ അതിർത്തിയിൽ നിന്നും അവൻ കാത്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ അതിർത്തി കാക്കുന്ന ഈ ഭടന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവൻ മരണപ്പെട്ടാലും അവൻ ഭൂമിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന നന്മകൾ മുഴുവനും അത് മുറിഞ്ഞു പോകാതെ ഖിയാമത്ത് നാൾ വരെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ അവന് റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയമായ റിസ്ക് ഉപജീവനം അവൻ നൽകിക്കൊണ്ടേയിരിക്കുന്നതാണ്, ശുഹദാക്കൾക്ക് നൽകുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ അവന് ഖബർ ശിക്ഷ ഉണ്ടാകുകയില്ല, ഖബർ ശിക്ഷയിൽ അവൻ ഇളവുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവസാന കാര്യം സഹോദരങ്ങളെ, പൊതുവായിട്ടുള്ള ജാരിയായ സ്വതക്കകളാണ്. ജാരിയായ സ്വതക്കകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപയോഗം നിലക്കാതെ നിൽക്കുന്ന ഏത് കാര്യമാകട്ടെ, ജാരിയായ സ്വതക്കൾ ഏതുമാകട്ടെ. ഒരാൾ മസ്ജിദിന് വേണ്ടി ഒരു ഫാന് ഒരാൾ സംഭാവന ചെയ്യുകയാണ്, ആ ഫാന് കൊണ്ട് എത്ര ആളുകൾ എത്ര നിസ്കരിക്കുന്ന ആളുകൾ അതുകൊണ്ട് ഉപകാരമെടുക്കുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം അയാൾക്കുണ്ട്. ചെറിയൊരു നിസ്സാരമായ ഒരു കാര്യം എന്തുമാകട്ടെ, അതുകൊണ്ട് അയാൾ അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണം ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ അതിനുവേണ്ടി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ അതുകൊണ്ടുള്ള പ്രതിഫലം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനുവേണ്ടി മുന്നിടാൻ തയ്യാറാകേണ്ടതുണ്ട്. കാരണം ഇപ്പോഴാണ് നമ്മളൊക്കെ വിട പറഞ്ഞു പോകുക എന്നുള്ളത് അറിയുകയില്ല. ഒരുപക്ഷെ നമ്മുടെ അടുത്ത് ആയിരങ്ങൾ ഉണ്ടാകാം, ലക്ഷങ്ങൾ ഉണ്ടാകാം, അക്കൗണ്ടിൽ ഒരുപാടുണ്ടാകാം. പക്ഷെ സഹോദരങ്ങളെ, ഇങ്ങനെ മരണശേഷവും നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു പ്രോജക്റ്റ് നമ്മൾ തുടങ്ങി വെക്കാതെയാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത് എങ്കിൽ പിന്നീട് ആരാണ് നിനക്ക് വേണ്ടി ഇത് ചെയ്തു തരാനുള്ളത്? ആരാണ് നിനക്ക് വേണ്ടി നിന്നേക്കാൾ ചെയ്തു തരാനുണ്ടാകുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ബുദ്ധിപൂർവ്വം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നേറിക്കൊണ്ട് നന്മകൾ ലഭിക്കാനുള്ള മാർഗങ്ങൾ ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നാ നഹ്നു നുഹ്യി വ നുമീത്, തീർച്ചയായും നാമാണ് നിങ്ങളെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, നിങ്ങൾ മുൻകൂട്ടി വെച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ്. ഇതിന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. നിങ്ങൾ ബാക്കി വെച്ചിട്ടുള്ള നന്മകളും തിന്മകളും അത് രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ബാക്കി വെച്ച് എന്തെല്ലാം നന്മകളുണ്ടോ അതും വീണ്ടും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ബാക്കി വെച്ചത് തിന്മകളാണെങ്കിൽ ആ തിന്മകളുടെ ഒരു ഓഹരി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്.
ഒരാൾ ഒരു ഹറാമായ ഒരു പദ്ധതിയാണ്, ഒരു സിനിമാ തിയേറ്ററാണ് ഒരാൾ തുടങ്ങി വെച്ചിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. മസ്ജിദ് ഉണ്ടാക്കാതെ ഒരു സിനിമാ തിയേറ്ററാണ് ഒരാൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വിചാരിച്ചു നോക്കുക. അയാൾ മരണപ്പെട്ടാലും അവിടെ നടക്കുന്ന മുഴുവൻ ഹറാമിന്റെയും കുറ്റം ഇയാൾക്ക് ഈ ഖബറിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംഗീത പരിപാടികൾ നടത്താനുള്ളൊരു സ്ഥലം, അങ്ങനെയുള്ള സാംസ്കാരിക പരിപാടികൾ എന്ന് പറഞ്ഞ് സകല ഹറാമുകളും നടത്താനുള്ളൊരു സ്ഥലം ഇതാണ് അവൻ കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ നടക്കുന്ന സകല ഹറാമുകൾക്കും സഹോദരങ്ങൾ ഇയാളുടെ ഖബറിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ സോഷ്യൽ മീഡിയയുമായി അതുമായി ഇടപെടുന്ന ആളുകൾ ശ്രദ്ധിക്കണം. ഹറാമായ കാര്യമാണ് നീ ഷെയർ ചെയ്യുന്നതെങ്കിൽ ആ ചെയ്യുന്നതോടുകൂടി നിനക്കൊരു ഹറാമിന്റെ കുറ്റമുണ്ട്. മാത്രമല്ല, നീ എങ്ങാനും മരണപ്പെട്ടാൽ ആരൊക്കെയാണോ നിന്റെ അക്കൗണ്ടിൽ നിന്നും അത് മുഖേന ആ ഹറാമുകൾ ആസ്വദിക്കുന്നത്, അത് അശ്ലീലമാകട്ടെ, സംഗീതമാകട്ടെ, സിനിമകളാകട്ടെ, അങ്ങനെയുള്ള എന്തും മോശത്തരങ്ങളാകട്ടെ, ആരൊക്കെ അതെല്ലാം ഷെയർ ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു, അങ്ങനെ അത് ആസ്വദിക്കുന്നു, ആരാണ് അതിന്റെ കാരണക്കാരൻ? ആരാണത് പോസ്റ്റ് ചെയ്തത്? ആരാണത് ഷെയർ ചെയ്തത്? സഹോദരങ്ങളെ, അവരും ആ തിന്മ ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അവിടെ നന്മയാണ് ഒരാൾ ബാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ, തൗഹീദിന്റെ ഒരു പ്രസംഗമാണ് ഒരാൾ ബാക്കി വെച്ചിട്ടുള്ളതെങ്കിൽ, സുന്നത്തിനെ അറിയിക്കുന്ന ഒരു കാര്യമാണ് ഒരാൾ ഷെയർ ചെയ്തിട്ടുള്ളെങ്കിൽ എത്ര നന്മകൾ ഇവന് അതിന് പകരമായി നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അതും കൂടി നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ താക്കോലുകളാകാനും അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് ബഹുദൂരം മാറി നിൽക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.